നമസ്കാരം. മലയാളം കമ്പ്യൂട്ടർ ഹെൽപ്പിന്റെ മാന്യ പ്രേക്ഷകർക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഡ്രൈവറുകൾ എങ്ങനെ സംഘടിപ്പിക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള ഒരു സൗകര്യം വിൻഡോസിന്റെ XP, വിസ്റ്റ, വിൻഡോസ് 7, വിൻഡോസ് 8 തുടങ്ങിയ വേർഷനുകളിലുണ്ട്. ഇതിനായി താങ്കൾക്ക് ഒന്നുമില്ലെങ്കിൽ ലാൻഡ് ഡ്രൈവർ അല്ലെങ്കിൽ വൈഫൈ ഡ്രൈവർ എന്നിവ ആവശ്യമാണ്. ഇതുപയോഗിച്ച് ഇന്റർനെറ്റ് കണക്ട് ചെയ്തതിന് ശേഷം മൈ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ തിരിയാൻ പോവുകയാണ്. ഇതിൽ എന്താണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, മൈ കമ്പ്യൂട്ടറിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ ഡിവൈസ് മാനേജറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താങ്കളുടെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറുകളുടെ ഒരു ലിസ്റ്റ് കാണാം. ഇതിൽ എല്ലാം വൃത്തിയായി അടുക്കി വെച്ചിട്ടുണ്ട്. യഥാർത്ഥ പ്രശ്നം ഇതിൽ മഞ്ഞ ത്രികോണം ഉള്ള എൻട്രികളാണ്. അവയ്ക്ക് പ്രവർത്തിക്കുന്ന ഡ്രൈവറുകൾ ഇല്ല എന്നതാണ് കാരണം. മറ്റുള്ളവ സാധാരണ രീതിയിൽ നിൽക്കുന്നത് അവയ്ക്കുള്ള ഡ്രൈവറുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു എന്നതാണ്. താങ്കൾക്ക് കാണാം, മഞ്ഞ ത്രികോണം ഇല്ലാത്തവയൊക്കെ പ്രവർത്തിക്കുന്ന ഡ്രൈവറുകൾ ഉള്ള ഹാർഡ്വെയറുകളാണ്. ഇത് താങ്കളുടെ കമ്പ്യൂട്ടറിന്റെ മൊത്തം ഹാർഡ്വെയർ ലിസ്റ്റാണ്. ഇനി നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഡ്രൈവർ കിട്ടുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക, മഞ്ഞ ത്രികോണമുള്ള ഏതാണോ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന ഓപ്ഷൻ എടുക്കുക. നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മുടെ മദർ ബോർഡ് സിഡിയിൽ നിന്നോ അല്ലെങ്കിൽ വിൻഡോസിൽ നിന്ന് ഡയറക്റ്റ് ആയോ ചെയ്യാം. മദർ ബോർഡ് CD ഉണ്ടെങ്കിൽ വളരെ എളുപ്പം, അതിടുക, 1-2 ക്ലിക്ക്. പക്ഷെ നമ്മൾ ഇപ്പോൾ വിൻഡോസിൽ സെർച്ച് ചെയ്താണ് ഡ്രൈവറുകൾ കണ്ടെത്താൻ പോകുന്നത്. കണ്ടോ, വിൻഡോസിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത്, ഇപ്പോൾ ഇതിന് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവർ ഉണ്ട് എന്നാണ് വിൻഡോസ് പറയുന്നത്. എന്നിട്ട് മഞ്ഞ നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? മഞ്ഞ ത്രികോണം എന്തുകൊണ്ട് അവിടെ ഇപ്പോഴും ഉണ്ട്, ബാക്കിയുള്ളവയൊക്കെ ശരിയായി പ്രവർത്തിക്കുന്നുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡ്രൈവർ എന്റെ കമ്പ്യൂട്ടറിൽ ഇല്ലാത്ത ഒരു ഹാർഡ്വെയറിൻ്റെതാണ്. അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എറർ കോഡ് താങ്കൾക്ക് പ്രോപ്പർട്ടീസിൽ നിന്നും റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഇവയാണ് ഡ്രൈവർ ഓപ്ഷനുകൾ. ഇനി നമ്മൾ എല്ലാ ഡ്രൈവറുകളും അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞു എന്ന അഹങ്കാരം വേണ്ട. സ്കാൻ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഹാർഡ്വെയറിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ പുതിയത് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ പഴയത് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യാതെ പോവുകയോ ചെയ്തിരുന്നെങ്കിൽ അവയൊക്കെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. ഇതിലെല്ലാ ഡ്രൈവറുകളും ഉള്ളതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എല്ലാം ക്ലോസ് ചെയ്യുക, കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക.